പ്രശ്നക്കാരനല്ലാത്ത സ്വഭാവദൂഷ്യമില്ലാത്ത യുവനായക നടനാണ് ബഹുഭാഷാ നടൻ കൂടിയായ റഹ്മാൻ. ആ റഹ്മാൻ തിരക്കിലേക്ക് പോയപ്പോൾ ഇവിടെ സ്ത്രീകളും യുവതികളും കോളേജ് വിദ്യാർത്ഥികളും യുവാക്കളും അടക്കമുള്ള അവരവർ ശരിക്കും അവരുടെ ഒരു ഹരം തന്നെയായിരുന്നു റഹ്മാൻ. ആ റഹ്മാൻ പിന്നീട് മലയാളത്തിൽ നിന്ന് കുറച്ച് എങ്ങനെയാണെന്നറിയില്ല സിനിമകളുടെ എണ്ണം കുറഞ്ഞെങ്കിലും മറ്റു ഭാഷയിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ നടന്ന ഒരു വലിയ സംഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം വിളസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റഹ്മാൻ യുഗം അവസാനിച്ചു എന്ന് വിചാരിച്ചവർ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു. തളരാത്ത, തകരാത്ത, സ്വഭാവദൂഷ്യമില്ലാത്ത ഒരു ചെറുപ്പക്കാരനാണ് റഹ്മാൻ. ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസവും ഭീഷണിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും റഹ്മാനിൽ ഒരു കുറ്റവും കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. റഹ്മാൻ മലയാളം സിനിമയിൽ ഒരു കാലഘട്ടത്തിൽ തിളങ്ങി നിന്നു. മോഹൻലാലിനെയും മമ്മൂട്ടിയും പ്രധാനപ്പെട്ട നായക നടന്മാരോടൊപ്പം അഭിനയിച്ച് ആരൊക്കെയോ റഹ്മാനെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തി. അതൊരു ഭാഗത്ത് നടക്കുന്നു. PR വർക്ക് റഹ്മാൻ അറിയുമായിരുന്നില്ല, ഉപദേശിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് റഹ്മാൻ വളർന്നു വന്നത്, പഠിച്ചതൊക്കെ. മലയാള സിനിമയിൽ ഒത്തിരി തിരക്കുള്ള സമയത്ത് തന്നെയാണ്, അതായത് നമ്മുടെ ഭരതൻ, പത്മരാജൻ തുടങ്ങിയ IV ശശി തുടങ്ങിയ വലിയ സംവിധായകരോടൊപ്പം നല്ല റോളുകൾ കൊടുത്ത് റഹ്മാനെ അഭിനയിപ്പിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ റഹ്മാൻ എന്നുള്ള നടനെ വേണ്ട രീതിയിൽ ഒരു സംവിധായകരും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് തമിഴ് സിനിമയിലേക്ക് അത് ഒന്ന് കൊടികുത്തി രാജാവായി നിന്നിരുന്ന കെ ബാലചന്ദ്രൻ്റെ സിനിമയിലേക്ക് അഭിനയിക്കാൻ ക്ഷണം കിട്ടുന്നത്. വെറും റോളിലല്ല, നായക സ്ഥാനത്ത്. അപ്പോൾ ബാലചന്ദ്ര വിളിച്ച് ആദ്യം റഹ്മാനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: റഹ്മാൻ്റെ മലയാള സിനിമകൾ മിക്കതും ഞാൻ കണ്ടിട്ടുണ്ട്. റഹ്മാൻ നല്ല നടനാണ്, നല്ല റോളുകൾ കിട്ടിയിട്ടുണ്ട്, പ്രശസ്ത സംവിധായക പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ റഹ്മാനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ സിനിമ റഹ്മാനെ മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സിനിമയായിരിക്കും എന്ന് പറഞ്ഞാണ് റഹ്മാനെ സ്വീകരിച്ചത്. റഹ്മാൻ സന്തോഷമാണ്. കാരണം ബാലചന്ദ്രനെ പോലെ, അതായത് കമലഹാസനും രജനീകാന്തും അടക്കമുള്ളവർ, രജനീകാന്തൊക്കെ ചെറിയ റോളുകളിൽ ആദ്യം വന്നത്, അങ്ങനെ ബാലചന്ദ്രൻ്റെ സിനിമയുടെ വന്ന അവരൊക്കെ വലിയ വലിയ നടന്മാരായി. ചെറിയ റോളിന് പോലും പലരും താല്പര്യം കാണിച്ചൊരു സമയം. അങ്ങനെയുള്ള സംവിധായകൻ്റെ സിനിമയിലെ നായക സ്ഥാനത്തേക്കാണ് റഹ്മാനെ വിളിച്ചത്. റഹ്മാൻ അവിടെ ചെല്ലുന്നു. അപ്പോൾ ബാലചന്ദ്ര സാറ് ഈ സിനിമയെക്കുറിച്ച് പറയുന്നു, കഥ പറയുന്നു, കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുന്നു, നായികയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഗീതയാണ് നായിക. പഞ്ചാഗ്നി അടക്കമുള്ള സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ വൈശാലിയിൽ അമവേഷം പോലും ചെയ്ത അത്തരത്തിലുള്ള ഗീതയാണ് നായിക എന്നറിഞ്ഞപ്പോൾ അതുവരെ സന്തോഷത്തിൽ നിൽക്കുന്ന റഹ്മാൻ്റെ മുഖമൊന്നു മങ്ങി, ചിരിമങ്ങി, എവിടെയോ ദേഷ്യമോ വിഷാദമോ എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരു വികാരം റഹ്മാൻ്റെ മുഖത്തുണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കുകയായിരുന്നു ബാലചന്ദ്ര. എന്ത് പറ്റി റഹ്മാൻ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല സാർ എന്ന് പറഞ്ഞ് ഒരിടത്ത് മാറി നിൽക്കുകയാണ്. റഹ്മാൻ ഇങ്ങനെയാണെന്ന് ചിന്തിച്ചത്, എൻ്റെ നായികയായിട്ട് ഈ അമ്മ വേഷം ചെയ്ത നടിയാണോ വരുന്നത്? എൻ്റെ ഭാവി തകർക്കാനാണോ വരുന്നത്? അതായത് റഹ്മാൻ വളരെ ചെറുപ്പമാണ്, കണ്ടാൽ അമ്മയും മകനുമാണെന്ന് തോന്നുള്ളൂ. അപ്പോൾ റഹ്മാൻ ആകെ ധർമ്മസങ്കടത്തിലായി. എന്തു ചെയ്യണം? ഇട്ടെറിഞ്ഞ് പോകണോ? അങ്ങനെ പോയി കഴിഞ്ഞാൽ ധിക്കരിച്ചു, ഈ ബാലചന്ദ്രനെ പോലുള്ള സംവിധാനം ധിക്കരിച്ച നടനെന്ന് പറഞ്ഞ് താൻ പോയി കഴിഞ്ഞാൽ ഒരു ഭാഷയിലും തനിക്ക് വേറെ അവസരം കിട്ടുകയില്ല. അങ്ങനെ ധർമ്മസങ്കടത്തിൽ നിൽക്കുമ്പോഴാണ് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ റഹ്മാൻ്റെ വികാരം മനസ്സിലാക്കിയത്. അത് അങ്ങനെ തന്നെ ചെന്ന് ഇങ്ങനെ ബാലചന്ദ്രനോട് ഇങ്ങനെ ചെറിയ സൂചിപ്പിച്ചു, ഇങ്ങനൊരു പ്രശ്നമുണ്ട് സാർ, റഹ്മാൻ അങ്ങനെ മൂഡ് ഓഫ് ആണ്, ഇതാണ് പ്രശ്നമെന്ന് പറയുന്നു. വേറൊരു സംവിധായകനാണെങ്കിൽ അപ്പോൾ തന്നെ റഹ്മാനെ പറയാം അങ്ങനെ അഹങ്കാരിയാണെന്ന്, അപ്പോൾ അവനെ പറഞ്ഞു വിടുമെന്ന് പറയാം. അപ്പോൾ ബാലചന്ദ്രൻ അവിടെ വളരെ ബുദ്ധിപരമായ സമീപനമാണ് സ്വീകരിച്ചത്. റഹ്മാനെയും ഗീതയെയും തൻ്റെ റൂമിലേക്ക് വിളിക്കുന്നു.
അവിടെ ഒരു കാര്യം തുറന്നു പറയുകയാണത്, ഞാനിപ്പോൾ നിങ്ങളെ വിളിച്ചത് നിങ്ങളാണ് ഇതിൽ നായകനും നായികയും. പക്ഷേ ഗീതയ്ക്കൊരു പ്രായക്കൂടുതലുണ്ടോ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുമ്പോൾ വളരെ പ്രായവ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം ഇതൊരു പ്രത്യേക സിനിമയാണ്. പുതു അർത്ഥങ്ങൾ എന്നാണ് ഇതിൻ്റെ പേര്. ആ സിനിമ പുതു അർത്ഥങ്ങൾ എന്ന പേര് കൊണ്ട് തന്നെ പുതിയ അഭിനയ ശൈലി തന്നെയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ചെറിയൊരു എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ, ഇനിയിപ്പോൾ ഗീതയെ മാറ്റണമെന്ന് വേറെ റോളിലേക്ക് മാറ്റണോ, റഹ്മാനെ വേറെ റോളിലേക്ക് മാറ്റണോ, അതറിയാൻ വേണ്ടിയാണ് വിളിച്ചത്. വേറൊന്നുമല്ല, അപ്പോൾ തന്നെ ഒരു പുതിയ സ്റ്റൈൽ കണ്ണട കൊണ്ടുവന്ന് അത് ഗീതയുടെ മുഖത്ത് വെച്ചപ്പോൾ എന്ത് പറഞ്ഞാൽ മറ്റുള്ളവർ ചോദിച്ചു എങ്ങനെയുണ്ട്, കൊള്ളാമെന്ന് പറഞ്ഞു. അതേ കണ്ണട എടുത്ത് റഹ്മാൻ്റെ മുഖത്ത് വെച്ചു. അവിടെ പക്വതയുള്ള കഥാപാത്രമായിട്ടാണ് തോന്നിയത്. ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഗീതയും റഹ്മാനും ഏകദേശം തുല്യ രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. അവർ നേരത്തെ ഉണ്ടായിരുന്ന പ്രായ വ്യത്യാസം ഇപ്പോൾ തോന്നുന്നില്ല. ഇപ്പോൾ റഹ്മാൻ പക്വതയുള്ള ഒരു നായകനാണ്, ഗീതയും അതുപോലെ തന്നെ. അങ്ങനെ പക്വതയുള്ള നായകനും നായികയുമായി ഫീൽ ചെയ്യാൻ ഈ കണ്ണട, ഈ വേഷഭൂഷാദികൾ കൊണ്ട് കെ ബാലചന്ദ്രൻ സാധിച്ചു. ഇങ്ങനെയൊക്കെയാണെങ്കിലും റഹ്മാൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തേട്ടിയിരുന്നു, ഗീത അമ്മയായിട്ട് അഭിനയിച്ചാൽ എൻ്റെ ഭാവി എന്തായിരിക്കും, എന്നെ ആരാധിച്ച സ്ത്രീകളും യുവതികളും കോളേജ് പിള്ളേരൊക്കെ ഉണ്ട്, എൻ്റെ ഇതെങ്ങനെയായിരിക്കും, ആ ഒരു ശങ്ക ആ ചെറുപ്പക്കാരനായ റഹ്മാൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബാലചന്ദ്രൻ ഇരുവരെയും ഷൂട്ട് ചെയ്തത്. ശരിക്കും പടം കഴിഞ്ഞപ്പോഴും എന്തായിരിക്കും എന്നൊരു ആങ്സൈറ്റി റഹ്മാനുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും ഇതാരും മൈൻഡ് ചെയ്തില്ല. പക്ഷെ ഗീതയോട് ഇങ്ങനെ വിഷമമുണ്ടായ കാര്യം ഗീതയുടെ മനസ്സിലുണ്ടായിരുന്നു. ഗീത അത് പലരോടും പറയുകയും ചെയ്തു. അപ്പോൾ റഹ്മാൻ പറഞ്ഞു, എനിക്ക് ഗീതയോട് ഒരു വൈരാഗ്യവുമില്ല, എൻ്റെ റോള്, എൻ്റെ കഥാപാത്രം ഞാൻ നോക്കണ്ടേ. അപ്പോൾ എനിക്കൊരു മനസ്സിൽ തോന്നിയൊരു ഫീലിംഗ് ഉണ്ട്. ഞാൻ വൈശാലിയിൽ കണ്ടൊരു അമ്മയുണ്ട്, ആ അമ്മ എൻ്റെ നായികയായിട്ട് വരുന്നങ്ങനെ, ഞാൻ വളരെ ചെറുപ്പമല്ലേ, ആ ഒരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. സിനിമ കണ്ടു, സിനിമ ഗംഭീര അഭിപ്രായമാണ് ഉണ്ടായിട്ടുള്ളത്. ഗംഭീര അഭിപ്രായം എന്ന് പറഞ്ഞാൽ വൻ വിജയമായിരുന്നു ആ സിനിമ. അതിനെ തുടർന്ന് തമിഴ്നാട്ടിൽ റഹ്മാന് ആരാധകരേറെ ഉണ്ടായി, കുറേ സിനിമകൾ ലഭിച്ചു. ഇത് അറിഞ്ഞ ബാലചന്ദ്രൻ റഹ്മാനെ വിളിച്ച് ചോദിച്ചു, ഇപ്പോൾ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഒരു കാര്യം മാത്രമാണ് റഹ്മാനോട് പറഞ്ഞത്, ഞങ്ങൾ സംവിധായകർ ഒരു നായകനെയും നായികയെയും തീരുമാനിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട്. ആ കഥാപാത്രം ഇന്നയാൾക്ക് യോജിക്കും, ഈ കഥാപാത്രം ഇന്നയാൾക്ക് യോജിക്കും എന്ന് വ്യക്തമായ തീരുമാനം എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ സിനിമ മോശമാകാൻ ഞങ്ങൾ ഫിലിം ബൈ ഡയറക്ടർ എന്ന പേരാണ് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാണിക്കാൻ, ഈ പേരുദോഷം വരുത്താൻ ഏതെങ്കിലും സംവിധായകൻ തയ്യാറാകുമോ, ഏതെങ്കിലും നിർമ്മാതാവ് തയ്യാറാകുമോ, ഏതെങ്കിലും എഴുത്തുകാർ തയ്യാറാകുമോ? ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ റഹ്മാൻ ഇത്തരം ചിന്താഗതികൾ പാടെ ഉപേക്ഷിക്കണം. ഇതൊരു ഉപദേശം മാത്രമാണ്. എൻ്റെ സെറ്റിലായതുകൊണ്ട് ഞാനെല്ലാം മനസ്സിലാക്കി വളരെ ബുദ്ധിപൂർവ്വം ചെയ്തു. ഇത് മറ്റൊരു സംവിധാനം ചെയ്യാത്ത കാര്യമാണ് നിലയ്ക്ക്. ഇത്രയും മനോഹരമായി ബുദ്ധിപരമായി തൻ്റെ രണ്ട് കഥാപാത്രങ്ങളെ, നായകനെയും നായികയെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പുതു അർത്ഥങ്ങളിലൂടെ ബാലചന്ദ്രൻ ചെയ്ത ഒരു വലിയ കാര്യം. ഒപ്പം ഈ റഹ്മാൻ എന്നുള്ള നടനെ തമിഴ് സിനിമയിലെ വലിയ നടനാക്കി മാറ്റാനും കഴിഞ്ഞു എന്നുള്ളതാണ്.